എൻ്റെ തന്നെ പേഴ്സണൽ അവർ മ്യൂച്വൽ ഡൈവോഴ്സ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ പെൺകുട്ടി അച്ഛനുമായിട്ട് നിൽക്കാനാണ് പ്രിഫർ. രണ്ടുപേരും IT പ്രൊഫഷണലാണ്. അന്നേരം അമ്മ എപ്പോഴും ട്രാവൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അമ്മ തന്നെ പറഞ്ഞു മകൾക്ക് അച്ഛനോടാണ് അറ്റാച്ച്മെൻറ്റ്, കൂടെ നിൽക്കട്ടെ, ഹാഫ് ദ എക്സ്പെൻസ് ഞാൻ മീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മളത് കോൺട്രാക്റ്റ് വെച്ചിരിക്കുന്നു. അത് ഇനി കോടതിയിലേക്ക് പോയില്ല, മ്യൂച്വൽ ആയില്ല. ഇത് ഫസ്റ്റ് സ്റ്റേജ് ആദ്യത്തെ കൗൺസിലിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് വീക്കിലോട്ട് അത് മ്യൂച്വൽ ഡൈവോഴ്സിലോട്ട് ഇത് വരും. ഇനി മ്യൂച്വലിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കൗൺസിലിംഗ് ഉണ്ടാവും, പിന്നെ ഒരു 6 months ടൈമുണ്ട്. അതിപ്പോൾ വേവർ ചെയ്തെടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ 10 days കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ അടുത്ത 2ാമത്തെ ദിവസം വന്ന് നമ്മൾ അതിന് മുമ്പ് ഇതെല്ലാം പറഞ്ഞ് പരസ്പരം കാര്യങ്ങൾ തീരുമാനിച്ച് വെച്ചിരിക്കും. വരുമ്പോഴത്തേക്കും കോടതിയുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ കോടതി ഒറ്റ കാര്യമേ ചോദിക്കുകയുള്ളൂ, പരസ്പരം കിട്ടാനുള്ളതൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടോ, ഒന്നിച്ച് പോകാൻ സാധിക്കും. അത് കൗൺസിലിംഗ് നേരത്തെ ഒന്നിച്ച് പോവില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കും. ലാസ്റ്റ് മിനിറ്റ് വരെയും കോടതിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഒത്തുപോകാൻ പറ്റുമോ എന്നൊരു ശ്രമം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് മ്യൂച്വൽ ഡൈവോഴ്സിന് കയറുന്നതിന് മുമ്പ് ഒരു കൗൺസിലിംഗ് കൊടുക്കും, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നറിയാനായിട്ട്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാറില്ല. കാരണം അവർ ഓൾറെഡി ഡിസൈഡഡ് ആണ്. വരുമ്പോഴത്തേക്കും അത് വന്ന് ഡൈവോഴ്സ് ഗ്രാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ഒരുപാട് കോടതിയും ചിന്തിക്കുന്നില്ല, കാരണം ഇത് അവരുടെ നീഡാണ്. ഇപ്പം നമ്മൾ എങ്ങനെയാണോ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത് അതുപോലെ അവരുടെ ചോയ്സാണ്. അത് വേണ്ട എന്ന് വെക്കുമ്പോൾ വെക്കാനും അവർക്കുള്ള ഇതാണ്.